ഞാൻ ഇന്ന് വരെ ശരീരം കാണിച്ചിട്ടില്ല എന്ന് ആൾക്കാർ വിചാരിക്കും, അത് ഓർക്കില്ല. ഐ ഓൾവേസ് കെപ്റ്റ് മൈസെൽഫ് കവേർഡ്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ റിയൽ ലൈഫിൽ ഞാൻ സ്ലീവ്ലെസ് ഇടാത്ത ആളാണ്. നാളത്തെ പറ്റി പറയാൻ പറ്റില്ല കേട്ടോ, നാളെ ചിലപ്പോൾ ബിക്കിനി ഇടും, പറയാൻ പറ്റില്ല. പക്ഷെ ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യും. റിയൽ ലൈഫിൽ വളരെ മാന്യമായി മാത്രം വസ്ത്രം ധരിക്കുന്ന, സ്ലീവ്ലെസ് ഒന്നും ഇടാത്ത, സ്ലീവ്ലെസ് പോലും ഇടാനില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവർ പറയുന്നത് റിയൽ ലൈഫിൽ അവർ വളരെ മാന്യമായി മാത്രമേ വസ്ത്രം ധരിക്കാറുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ പലപ്പോഴും ഇവരടക്കം കാണുന്നത് കുറച്ചുകൂടി ശരീരമൊക്കെ എക്സ്പോസ് ചെയ്ത രൂപത്തിൽ സിനിമകളിൽ അഭിനയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം അതല്ല നിങ്ങൾ പരിഗണിക്കേണ്ടത്, മറിച്ച് ഞാൻ വ്യക്തി ജീവിതത്തിൽ വളരെ മാന്യമായിട്ടാണ് വസ്ത്രം ധരിക്കുന്നത്. അതായത് വിമർശിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നില്ല, അപ്പോൾ സിനിമ കണ്ട് വിമർശിക്കുന്ന ആളുകൾ, ഷോർട്ട് ഫിലിം കണ്ട് വിമർശിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള റീൽസോ ഷോർട്ട് ക്ലിപ്സോ കണ്ടിട്ട് ഇവരുടെ വസ്ത്രധാരണത്തിൽ ഇവരുടെ അപ്രോച്ചിലൊക്കെ പ്രശ്നമുണ്ടെന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യണം, അവരുടെ പേഴ്സണൽ ലൈഫ് മനസ്സിലാക്കണം. ആ പേഴ്സണൽ ലൈഫിൽ ഇവർ എന്ത് ചെയ്യുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും അതിൻ്റെ ഒരു ഉള്ളിലേക്ക് ഇറങ്ങി നോക്കിയാൽ വളരെ കുറച്ചാളുകൾ മാത്രം കാണുന്ന ഒരു പേഴ്സണൽ ലൈഫാണ് അവിടെ കിടക്കുന്നത്. ആ കുറച്ചാളുകൾ മാത്രമേ അതിനെപ്പറ്റി അറിയുന്നുള്ളൂ. ഇതിൽ ഒരുപാട് ആളുകളാണ് അപ്പുറത്ത് ഈ പ്രൊഫഷന്റെ ഭാഗമായിട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് കാണുന്നത്. പക്ഷെ ഒരുപാട് ആളുകൾ മുന്നിലേക്ക് ഇവർ പോലും ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്ന സ്ലീവ്ലെസ്, അല്ലെങ്കിൽ ഇവർ പോലും ഞാൻ പേഴ്സണൽ ലൈഫിലൊന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ടെന്ന് ആ സംസാരത്തിനുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ടൈപ്പ് ഓഫ് ഡ്രസ്സും, ആ ഡ്രസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട്. ഈ ഷോർട്ട് ഫിലിംസിലാണെങ്കിലും സിനിമകളിലാണെങ്കിലും വേറെ സോഷ്യൽ മീഡിയ കണ്ടന്റുകളിലാണെങ്കിലും. പക്ഷെ അത് കാണുന്നതിന് എന്ത് ചെയ്യാണ്, പ്രൊഫഷൻ എന്നുള്ള പേരിൽ അവതരിപ്പിക്കുകയാണ്. ഇതിന്റെ സംസാരത്തിൽ മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇതാണ്, ഈ സാധനങ്ങളൊക്കെ കുറച്ചൊരു മാന്യതയുടെ അപ്പുറത്താണ് എന്ന് ഇവർ തന്നെ അക്നോളജ്, ഈവൻ സ്ലീവ്ലെസ് പോലും അങ്ങനെയാണെന്ന് അക്നോളജ് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു ക്വാളിറ്റി ആയിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ അവർ പ്രൊഫഷന്റെ ഭാഗമായി എന്ന് പറഞ്ഞു, ഈവൻ ബിക്കിനി അടക്കം ഞാൻ ഇട്ടേക്കാം, എന്ത് പ്രൊഫഷന്റെ ഭാഗമായി അടക്കം മീൻസ് മനസ്സിലാക്കണം, പ്രശ്നം. അപ്പം അത് പ്രൊഫഷന്റെ ഭാഗമായി ഇടാം എന്ന് വെച്ചാൽ പ്രൊഫഷൻ്റെ ഭാഗമായി ചെയ്യുന്നതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഞാൻ എന്ന പേഴ്സണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ല, അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വെച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് പലപ്പോഴും ഇത് ഈ വ്യക്തി മാത്രം പറയുന്നൊരു കാര്യമായിട്ടല്ല, പലപ്പോഴും ഇങ്ങനെ ഈ രൂപത്തിൽ അഭിനയിക്കുന്ന പിന്നെ നടിമാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇപ്പോൾ ഈവൻ കമൻറ്റ് ബോക്സിലടക്കം പറയും അത് അവരുടെ പ്രൊഫഷൻ അല്ലേ, പ്രൊഫഷൻ്റെ ഭാഗമായിട്ടല്ല അവർ ചെയ്തത്, ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ടല്ല അത് ചെയ്തത് എന്ന് പലപ്പോഴും ഈ ലിപ് ലോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അല്പവസ്ത്രം ധരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല ആളുകളും അത് ക്യാരക്ടറിൻ്റെ ഭാഗം, ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട്, പ്രൊഫഷൻ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു ജോലിയുടെ വളരെ പ്രൊഫഷണലും ടെക്നിക്കലുമായിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ടാണ് അവതരിപ്പിക്കാറ്. അപ്പോൾ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ പ്രൊഫഷൻ്റെ ഭാഗമായി എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, കട്ട് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഇംപ്ലിക്കേഷനും ഇല്ല എന്നുള്ളതാണോ ഇവർ പറയുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി അതിനല്ലേ മറ്റതിനേക്കാൾ ഇംപ്ലിക്കേഷനുകളാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു സിനിമ ഇറക്കി, ആ സിനിമ ഒരു 10,000 ആൾ കണ്ടു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഫംഗ്ഷന് പോയി, ആ ഫംഗ്ഷന് എന്നെ ഒരു 100 ആൾ കണ്ടു. ഇതിൽ ഏതിലാണ് ഞാൻ സൊസൈറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഏതിലാണ് കൂടുതൽ ആളുകളുടെ ഒബ്സർവേഷൻ, അറ്റൻഷനൊക്കെ ഞാൻ എന്നിലേക്ക് ക്ഷണിക്കുന്നത്? ഞാൻ ആക്ച്വലി അറ്റൻഷൻ ക്ഷണിക്കുകയാണ്, ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, എന്നെ നിങ്ങൾ കാണൂട്ടോ എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ്. ആ ക്ഷണിക്കൽ ഏതിലാണ് കൂടുതൽ നടക്കുന്നത്? അഥവാ നമ്മൾ സമൂഹത്തിന് മുന്നിൽ നമ്മളെ അവതരിപ്പിക്കുന്നത് ഈ കൈൻഡ് ഓഫ് ആളുകളാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോ ചെയ്യുന്ന ആളുകളാണ്. ഈ വീഡിയോക്ക് മുമ്പിൽ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, സൊസൈറ്റി അംഗീകരിക്കാത്ത, ഞങ്ങൾ പ്രശ്നമാണെന്ന് കരുതുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, ഞങ്ങളത് വെച്ചിട്ട് നിങ്ങൾ വിലയിരുത്തരുത്, അത് വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നത്, ക്യാമറയുടെ മുമ്പിൽ മാത്രം ചെയ്താൽ അതെ, പുറത്തേക്ക് വളരെ മാന്യമായിട്ട്. അല്ല, ഇത് വേണ്ട, ഇവർക്കൊക്കെ മനസ്സിലാകുന്ന രൂപത്തിലൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ രണ്ടാളും കൂടി ഒരു സിനിമ ഇറക്കി. ആ സിനിമയിൽ സ്ത്രീ വിരുദ്ധമായ കുറേ കാര്യങ്ങൾ, ഓക്കെ, സ്ത്രീ വിരുദ്ധമായ, സാമൂഹ്യ വിരുദ്ധമായ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് റേപ്പ് നോർമലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ റേപ്പ് ജോക്കുകൾ പറയുന്ന, അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധ ജോക്കുകൾ പറയുന്ന, അല്ലെങ്കിൽ കളറിസം, ഇപ്പോൾ ഉദാഹരണത്തിന് കറുത്ത നിറത്തെ കളിയാക്കുന്ന രൂപത്തിൽ അങ്ങനെ എന്തൊക്കെയുള്ള കുറേ കണ്ടന്റുകൾ, അങ്ങനെയുള്ള ഒരു സിനിമ നമ്മൾ ഇറക്കി എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും വിമർശനം വരും. അതെന്താ അങ്ങനെ, അത് പിന്നെ ഒരു കളറിൻ്റെ പേരിൽ ആളുകളെ ആക്ഷേപിക്കാൻ പാടുണ്ടോ, സ്ത്രീ വിരുദ്ധത പറയാൻ പാടുണ്ടോ, അല്ലെങ്കിൽ റേപ്പ് ജോക്ക് പറയാൻ പാടുണ്ടോ എന്നുള്ള രൂപത്തിൽ വരും. അപ്പം ഞങ്ങൾ രണ്ടാളും ഇരുന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഞങ്ങളുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തത്. പ്രൊഫഷൻ ഡിമാൻഡ് ചെയ്യുന്നതാണ്. ഞങ്ങൾ നോർമൽ ലൈഫിൽ ഞങ്ങൾ കളറിസത്തിനെതിരാണ്, റേസിസത്തിനെതിരാണ്, ഞങ്ങൾ സ്ത്രീവിരുദ്ധതക്കെതിരാണ്, റേപ്പ് ജോക്കിനെതിരാണ്, എല്ലാവിധ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോട് കൂടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നിട്ട് പറയാണ് ഞങ്ങൾ പേഴ്സണൽ ലൈഫിൽ നോക്കിക്കോളൂ, ഞങ്ങൾ പേഴ്സണൽ ലൈഫ് വിമർശിക്കുന്ന ആളുകളൊന്നും കാണുന്നില്ലേ, വാട്സപ്പിലുള്ള ചാറ്റുകൾ നോക്കൂ, ഇതുവരെ ഒരു അത്തരത്തിലുള്ള റേപ്പ് ജോക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ
ഇതുവരെ ഒരു സ്ത്രീവിരുദ്ധമായ ഒരു ചിന്ത പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. എന്റെ 4 പറഞ്ഞ സ്ത്രീകളോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ഇവരൊന്നും കാണുന്നില്ല. ഈ ആളുകൾ വിമർശിക്കുന്ന ആളുകൾ എന്താണ് എന്റെ ലൈഫിന് മനസ്സിലാക്കാത്തത്, എന്റെ വീട്ടിൽ എങ്ങനെയാണ് ഞാൻ, എന്റെ അയൽപ്പക്കത്തെ ആളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് ഫംഗ്ഷന് പോകുന്നത്, ഇതൊന്നും ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ആ ഒരു ന്യായീകരണത്തെ എങ്ങനെയായിരിക്കും നിങ്ങൾ കാണുക? അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ വരുന്ന മറുപടി. കാരണം എന്താ, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയെന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾ സമൂഹത്തിന് കൊടുത്ത ഒരു മെസ്സേജ്, അല്ലെങ്കിൽ സമൂഹത്തിൽ നിങ്ങളുടെ പ്രൊഫഷൻ്റെ ഭാഗമായി എന്ന് നിങ്ങൾ പറയുന്ന ആ കാര്യമാണ് സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നത്, പടരുന്നത്. ആ സൊസൈറ്റിയിൽ പടരുന്നതിന് ഒബ്വിയസ്ലി അത് പ്രൊഫഷൻ്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് സൊസൈറ്റിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോകുന്നല്ല, അതാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അതൊരു കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പോൾ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊഫഷൻ? സിനിമ എന്താണ്? ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, ആളുകളോട് സംവദിക്കാനുള്ള ഒരു മീഡിയമാണ്. അത് ദൃശ്യമാധ്യമം എന്നുള്ളതാണ്. അത് ഈ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള, ഏറ്റവും കൂടുതൽ ആകർഷണമുള്ള ആൾ, ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന, കൂടുതൽ എന്താ പറയുക വ്യൂവേഴ്സ് ഉള്ള, കൂടുതൽ ആളുകൾ സീക്ക് ചെയ്യുന്ന കൈൻഡ് ഓഫ് മീഡിയമാണ്, കമ്മ്യൂണിക്കേഷനുള്ള മീഡിയമാണ്. ആ മീഡിയത്തിനുള്ളിൽ നിങ്ങളൊരു കാര്യം കൊടുത്തിട്ട് അത് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചല്ല, അത് ഞങ്ങൾ ആളുകൾ സ്വീകരിക്കാൻ വേണ്ടി, എന്നെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തല്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ള? ഇതിൻ്റെ ഒരു ആംഗിൾ കേട്ടോ. ഇതിൻ്റെ രണ്ടാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ശ്വേതമേനോൻ പോലത്തെ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അവിടെ സംസാരത്തിൽ മനസ്സിലാകുന്നത് ബിക്കിനി ഇടാൻ താല്പര്യമില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ സ്ലീവ്ലെസ് വസ്ത്രം ഇടാൻ താല്പര്യമില്ലാത്ത ആളാണ്, കവേർഡായതല്ലാത്ത വസ്ത്രം ഇടാൻ താല്പര്യമില്ലാത്ത മനസ്സിലാക്കുന്ന ആളാണ്, അതിനൊരു മോശമായിട്ട് കാണുന്ന ഒരാളാണ്, അത് സ്വന്തത്തിനോട് ചേർത്ത് വേറൊരാൾ വിലയിരുത്തരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഈ ആൾ എന്ത് ചെയ്യുന്നു? ഈ ആൾ മൂവിക്ക് വേണ്ടി, സിനിമയ്ക്ക് വേണ്ടി, പ്രൊഫഷന് വേണ്ടി എന്ത് ചെയ്യുന്നു? അവർക്കിഷ്ടമില്ലാത്തൊരു കാര്യം, അവരുടെ ശരീരത്തെ എക്സ്പോസ് ചെയ്യുന്ന, അവരുടെ സൗന്ദര്യത്തെ എക്സ്പോസ് ചെയ്യുന്ന, അല്പവസ്ത്രം ധരിക്കുന്ന തരത്തിലുള്ളൊരു കണ്ടീഷനിലേക്ക് പ്രൊഫഷന് വേണ്ടി പോകേണ്ടി വരുന്നു. ഈ ഡിമാൻഡ് ചെയ്യുന്ന പ്രൊഫഷനിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം കാണുന്നുണ്ടോ? അഥവാ ഒരു സ്ത്രീക്ക്, ഇനി ഇത് പക്ക ഫെമിനിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ പറയാം, ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, സ്ത്രീയെ സംബന്ധിച്ച് അവളെ പറ്റി ബാക്കിയുള്ളവർ മനസ്സിലാക്കരുത് എന്ന് വിചാരിക്കുന്നൊരു കാര്യം, വേറൊരർത്ഥം പറഞ്ഞാൽ അവൾ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നൊരു കാര്യം, ആ കാര്യം അവൾക്ക് ഇഷ്ടമില്ലാത്ത അവസ്ഥയിൽ അവളോടൊരു പ്രൊഫഷൻ ഡിമാൻഡ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവൾ ചെയ്യേണ്ടി വരുന്നു. എന്നിട്ട് അത് ചെയ്തിട്ട് ആ ചെയ്യൽ നോർമലാണെന്നും പേഴ്സണൽ ലൈഫിൽ ഇഷ്ടമില്ലാതിരിക്കുന്ന അതേ സമയത്ത് തന്നെ ആ ചെയ്യൽ വളരെ ഓക്കെ ആണെന്നും അവളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ചെയ്യുന്ന ഇൻഡസ്ട്രിക്കോ, ഈ സിസ്റ്റത്തിനോ, ഈ സൊസൈറ്റിക്കോ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ലേ? അതിനെ സ്ത്രീ വിരുദ്ധമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ലേ? ഇല്ലെങ്കിൽ നിങ്ങളും ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ടെന്നുള്ള മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഫെമിനിസ്റ്റ് ഒരു സൈഡിൽ പറയുന്നുണ്ടെങ്കിൽ, സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ, സ്ത്രീകൾ അരികുവൽക്കരിക്കുന്നതിനെ പറ്റി സംസാരിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും വലിയ അരികുവൽക്കരണം നടക്കുന്നത്, ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധം നടക്കുന്നത് ഇവിടെയാണ്. സ്ത്രീയുടെ നേച്ചറിനെതിരായ, സ്ത്രീയെ പുരുഷൻ ആസ്വദിക്കാൻ വേണ്ടി, പുരുഷൻ്റെ താല്പര്യത്തിന് വേണ്ടി, മെയിൽ ഗെയ്സിന് തൃപ്തിപ്പെടുന്ന രീതിയിൽ, അവന് നോക്കാൻ വേണ്ടി, അവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അവനിഷ്ടമുള്ളത് എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കണം അവളുടെ സ്കിന്ന്, അവനിഷ്ടമുള്ളത് എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കണം അവളുടെ ബോഡി ഷേപ്പ്, അവനിഷ്ടമുള്ളത് എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കണം അവൾ സ്ക്രീനിൽ വരേണ്ടത്, ഡാൻസ് ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത്, ആക്ട് ചെയ്യേണ്ടത്, എല്ലാം അതൊരു ഗ്ലോ ആണെങ്കിലും കളറാണെങ്കിലും ഷെയ്ഡുകളാണെങ്കിലും ഒക്കെ അവന് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം. ഇത് നിങ്ങൾ ചെയ്യുന്നത്, ഇത് സ്ക്രീനിന് മുന്നിൽ ചെയ്യുന്നത്, ബാക്കി ആണുങ്ങൾ കൂടുന്ന സ്ഥലത്ത് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ സ്ത്രീത്വത്തെ തീരുമാനിക്കുന്നത്, അതാണ് നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് സ്ത്രീയാക്കുന്നത് എന്ന് പറയുന്നത്, എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ കമ്മ്യൂണിക്കേഷനിലൂടെ സ്ത്രീകൾക്ക് അവർക്ക് സ്വന്തത്തിൽ ഇഷ്ടമില്ലാത്ത അവസ്ഥയിൽ പോലും സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യുന്നത് നോർമലാണെന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്നതും, അങ്ങനെ സ്ത്രീകളെ കൊണ്ട് ഇഷ്ടമില്ലാത്ത അവസ്ഥയിൽ പോലും മാധ്യമങ്ങൾക്ക് മുന്നിലും അല്ലെങ്കിൽ സ്ക്രീനിന് മുന്നിലും സിനിമകൾക്കും ഷോർട്ട് ഫിലിമുകൾക്കും ഫോട്ടോഷൂട്ടിനും ഒക്കെ വേണ്ടിയും മറ്റു തരത്തിലുള്ള വലിയ വലിയ പബ്ലിക് ഇവൻറ്റുകളിലൊക്കെ അങ്ങനെ അവരെ ആ തരത്തിൽ എത്തിക്കുന്നതും പ്രസൻറ്റ് ചെയ്യുന്നതും ഒരു സ്ത്രീ വിരുദ്ധമായിട്ട് അനുഭവപ്പെടുന്നില്ലേ? അതല്ല ആക്ച്വൽ സ്ത്രീ വിരുദ്ധത. മാത്രമല്ല ഇതിൽ ഇവരെ കേസിൽ മാത്രമൊന്നല്ല, ഇപ്പം വേറൊരു നടി അവർ പരസ്യമായി ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഒരിക്കലും ഐറ്റം ഡാൻസ് ചെയ്യില്ല. കാരണം അത് അവർ കാരണമടക്കം പറഞ്ഞു, അതൊരു സ്ത്രീ ശരീരത്തെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ഞാനത് ചെയ്യില്ല എന്നുള്ളത് വളരെ കൃത്യമായൊരു നിലപാട് പറയുന്നു. പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ കാണുന്നത് അതേ നടി ഐറ്റം ഡാൻസിൽ കളിക്കുന്നതായിട്ട് അത് പല ആളുകളും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഐറ്റം ഡാൻസ് എന്ന് പറയുന്നത് അവർക്കതിൽ പേഴ്സണൽ താല്പര്യമില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ആ താത്വികമായ തലം അടക്കം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊരു സ്ത്രീ ശരീരത്തെ വെറും ഒരു ചരക്കായി മാത്രം കാണുന്ന ഒരു സംഭവമാണ്, അത്രത്തോളം സ്ത്രീ വിരുദ്ധമായ ഒരു കാര്യമാണ് ഐറ്റം ഡാൻസ് എന്നുള്ള തിരിച്ചറിഞ്ഞ ആൾ പോലും കുറച്ച് കഴിഞ്ഞ ശേഷം ഇത് കളിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഈ ഒരു സ്ത്രീ വിരുദ്ധത അത് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ഒരു തലം എന്ന് പറയുന്നത്,
പലപ്പോഴും ഈ അല്പവസ്ത്രം ധരിച്ചുകൊണ്ടോ അല്ല ഐറ്റം ഡാൻസ് കളിക്കുമ്പോഴൊക്കെ പറയുന്ന കാര്യമാണ്. ഇവരെ തന്നെ സ്വയം തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയാണ് അത് പ്രൊഫഷൻ്റെ ഭാഗം മാത്രമാണല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് അത് പ്രൊഫഷൻ്റെ ഭാഗം മാത്രമാണല്ലോ എന്ന് പറയേണ്ടി വരുന്നത്. നോർമൽ ലൈഫിൽ അത് എന്ത് ചെയ്യുന്നില്ല, മറ്റൊരാൾ വേറൊരു കണ്ണോടുകൂടി കാണുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു പിന്നെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അല്ലാതെയാണെന്നുണ്ടെങ്കിലും ഒരു അല്പവസ്ത്രം ധരിക്കുന്നത് കൊണ്ട് ഒരു സ്ത്രീയെ ഒബ്ജക്റ്റിഫൈ ചെയ്യപ്പെടുന്ന ഒരു കാര്യം അത് ഏത് ഭാഗത്താണെങ്കിലും നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് നടക്കുമ്പോഴാണ് അത് കൂടുതൽ സംഭവിക്കുന്നത്. അപ്പോൾ സ്ത്രീയെ പിന്നെ ഒരു മോശം ഇൻറ്റൻഷനോടുകൂടി ആ രൂപത്തിൽ ചിന്തിച്ച് നോക്കുക എന്ന് പറയുന്ന സാധനം ഈ പിന്നെ ഒരു മോശം ചിന്തയുള്ള ഒരു മനുഷ്യൻ അയാൾ ഇത്തരത്തിലുള്ള ഒരു സിനിമയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ദൃശ്യമോ കണ്ട് മോശമായി ചിന്തിക്കുകയാണെന്ന് വിചാരിക്കുക. അയാൾ ഇങ്ങനെ നോക്കുകയാണ്, ഇത് പ്രൊഫഷൻ്റെ ഭാഗമായി എടുത്തിട്ടുള്ള വീഡിയോ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ല, വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്നതാണോ നിങ്ങൾ? അവിടെ പ്രത്യേകം മനസ്സിലാക്കണം, ആ മനുഷ്യൻ വളരെ നോർമലാണ്, അയാൾ ചിന്തിക്കുന്നത് ശരിയാണ് എന്നല്ല കേട്ടോ പറയുന്നത്. അത് റീല് കട്ട് ചെയ്യാൻ വേണ്ടി 10 സെക്കൻഡ് കട്ട് ചെയ്തുകൊണ്ട് റീലുകൾ ഈ റീല് നമ്മളെ കൊണ്ട് ജീവിക്കുന്ന പോലെ റീലൊക്കെ കട്ട് ചെയ്തിട്ട് അവരോട് പറയാണ് ഇത് ഫുള്ള് ഒന്ന് ഈ ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് കേൾപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറഞ്ഞത് അത്തരം മോശം ചിന്തയുള്ള ആളുകൾ ഈ സൊസൈറ്റിയിലുണ്ട്. ആ ചിന്തയുള്ള ആളുകൾ ഇവരെ ഈ മോശം കണ്ണോടുകൂടിയും മോശം മനസ്സോടുകൂടിയും നോക്കുന്ന ആളുകൾ അവർ ഇത് പ്രൊഫഷൻ്റെ ഭാഗമായി ചെയ്ത വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ അതിൽ നോക്കി എന്ത് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്ത് ചെയ്യില്ല, മോശമായി ചിന്തിക്കില്ല, മോശമായി പ്രവർത്തിക്കില്ല എന്ന് തീരുമാനിക്കുമോ? അവിടെ ഈ ആളുകളുടെ ഇൻറ്റൻഷൻ നടക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം. അതായത് ഇപ്പോൾ ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത്, ഞാൻ ഇത്തരത്തിൽ ചെയ്യുന്ന ആളല്ല കേട്ടോ, ഞാൻ ഇതിൽ യോജിക്കുന്നില്ല കേട്ടോ, ഞാൻ അങ്ങനെ എൻ്റെ റിയൽ ലൈഫിൽ ജീവിക്കുന്ന ആളല്ല കേട്ടോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ചില മോശം ചിന്തയുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ പാടില്ല. ഞാൻ അവർക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഞാൻ എന്നെ പ്രസൻറ്റ് ചെയ്യാൻ പാടില്ല, ആ തരത്തിൽ അവരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ. അവരെ എൻ്റർടൈൻ ചെയ്യിക്കുന്നത് ഏറ്റവും കൂടുതൽ എവിടെയാണ് സംഭവിക്കുക? നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ഈ തരത്തിൽ നിങ്ങൾ തന്നെ നല്ലത് എന്ന് പറയുന്ന രീതിയിൽ നടക്കുന്നത് കൊണ്ടാണോ അവർ എൻ്റർടൈൻ ചെയ്യിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുക? അതോ നിങ്ങൾ ഈ പറഞ്ഞ പ്രൊഫഷനിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ കാണുന്ന ആ മീഡിയത്തിൽ നിങ്ങൾ ഇത്തരത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ നല്ലത്, നിങ്ങൾ തന്നെ മികച്ചത്, നിങ്ങൾ തന്നെ ഒരു ഐഡിയൽ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ആ ഒരു തരത്തിലുള്ള വസ്ത്രധാരണവും അപ്രോച്ചൊക്കെ ഉണ്ടല്ലോ, ആ അപ്രോച്ച് സ്വകാര്യ ജീവിതത്തിലാണോ അതോ ഈ തരത്തിൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിലേക്ക് എത്തുന്ന ഈ വീഡിയോ കണ്ടന്റുകളുടെ മുന്നിലാണോ? അതിൽ എവിടെയാണ് വരേണ്ടത്? ഇങ്ങനത്തെ ചീത്ത ചിന്താഗതിയുള്ള ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാതിരിക്കണമെങ്കിൽ, അവരുടെ താല്പര്യം നടക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ എവിടെയാണ് ഏറ്റവും ബെസ്റ്റ് ആവേണ്ടത്? നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വരേണ്ടത് എവിടെയാണ്? അത് ഈ 10,000-കണക്കിന് ആളുകൾ വരുന്ന സ്ഥലത്താണ്. കാരണം അവിടെ നിന്നാണ് അവർ നിങ്ങളെ ദുരുപയോഗം ചെയ്തത്, അവിടെ നിന്നാണ് ആ ആളുകൾ എൻ്റർടൈൻമെൻറ്റ് എടുക്കുന്നത്, അവിടെ നിന്നാണ് ആ ആളുകൾ മോശം ഇൻറ്റൻഷനോട് കൂടിയിട്ട് നിങ്ങളെ നോക്കുകയും അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി ഉപയോഗിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്രൊഫഷൻ്റെ ഭാഗമായി ചെയ്യുന്നതൊന്നും അങ്ങനെ പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്നത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു ടൂളാണ്. ഒരു പുരുഷാധിപത്യം ഉണ്ടാക്കി വെച്ചൊരു ഫ്രേസാണിത്, പ്രൊഫഷൻ്റെ ഭാഗം, അത് പിന്നൊന്നും ഇല്ല എന്ന് പറയുന്ന ആ ഒരു കാര്യം. അത് ഒരിക്കലും വേറൊരു വിഷയത്തിൽ നമ്മളത് എടുക്കുന്നില്ലല്ലോ. എന്നാലോചിച്ച് നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റേപ്പ് ജോക്ക് പറഞ്ഞാൽ, റേസിസ്റ്റ് ജോക്ക് പറഞ്ഞാൽ, കളറിസ്റ്റ് ജോക്ക് പറഞ്ഞാലും അത് പ്രൊഫഷൻ്റെ ഭാഗമാണല്ലോ, അത് എടുക്കേണ്ടതില്ലെന്ന് ആരും പറയുന്നില്ലല്ലോ. ഈ വിഷയത്തിൽ മാത്രം എന്താ ഒരു പ്രൊഫഷൻ വരുന്നത്? അപ്പോൾ അത് സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള പുരുഷാധിപത്യം ഉണ്ടാക്കി വെച്ചൊരു ഫ്രേസാണെന്ന് മനസ്സിലാക്കി അതിനെ ആ നിലക്ക് തന്നെ നേരിടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ആ നിലക്കുള്ള ഒരു ബോൾഡായ സ്ത്രീകൾ ചെയ്യേണ്ടത്. ബോൾഡ്നെസ് എന്ന് പറഞ്ഞാൽ ശരീരം പുറത്ത് കാണിക്കലല്ല, ഈ ഇത്തരം വിഷയങ്ങൾ നിലപാടെടുക്കുക എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം വിഷയങ്ങൾ കൂടുതലായി നമുക്ക് ചർച്ച ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും.